ഹലോ. ഇനി വേറൊരു കാര്യം പറയട്ടെ. ഈ ചതി എന്ന് പറയുന്ന സാധനം ഒരിക്കലും നമ്മുടെ ശത്രുക്കളിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ കൂടെ നടന്ന്, നമ്മുടെ നിഴല് പോലെ കൂടെ നടന്ന്, നമ്മളെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ച്, എന്ത് കാര്യത്തിനും നമ്മളോട് അഭിപ്രായം പറയുകയും അത് ചെയ്താൽ ശരിയാകും, ഇത് ചെയ്താൽ ശരിയാകും, അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ നടന്ന് ഇങ്ങനെ അഭിനയിക്കുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും. അവരിൽ നിന്നാണ് നമുക്ക് ശരിക്കും പറഞ്ഞാല് ചതി എന്ന് പറയുന്ന സാധനം മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മനസ്സിലാക്കി വരുമ്പോഴത്തേനും നമ്മുടെ കാൽ ചുവട്ടിലെ മണ്ണ് പോലും നഷ്ടമായേക്കും. നമുക്കൊന്ന് ചവിട്ടി നിൽക്കാൻ പോലും സ്പേസ് ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരെ എന്താ ചെയ്യേണ്ടത്? അത് ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ചിലര് പറയത്തില്ലേ, അയ്യോ പണ്ടാരം പിടിച്ച സാധനം ഒന്ന് നശിച്ചു പോത്തേ ഉള്ളൂ എന്നൊക്കെ പറയത്തില്ലേ. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അത് അവര് ചെയ്യുന്നത് അവരുടെ സ്റ്റാൻഡേർഡാണ്, അല്ലേ? നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് വിട്ട് നമ്മൾ പെരുമാറേണ്ട ഒരാവശ്യമില്ല. അവർക്കുള്ളത് ദൈവം കൊടുക്കും. അല്ലെങ്കിൽ ചിലപ്പം ശരിക്കും പറഞ്ഞാല് ഇവരൊക്കെ ഈ ചെയ്യുന്നത് എന്തിനാ? അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നായിരിക്കും അവരൊക്കെ ചെയ്യുന്നത്. അതും വെറും വൃത്തികെട്ട സിറ്റുവേഷൻ ആയിരിക്കും അവർക്കുള്ളത്. അപ്പൊ ബാക്കിയുള്ളവർ നല്ലതുപോലെ ജീവിക്കുന്നതും ബാക്കിയുള്ളവർ സന്തോഷത്തോടെ കഴിയുന്നതും ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ചില കണ്ണുകടി ഉണ്ടാവും. അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയുള്ള നമ്മുടെ കൂടെ നടന്ന് നമ്മളെ ചതിക്കാൻ നോക്കുന്നത്, അല്ലേ? അപ്പൊ അവർക്കുള്ളത് എപ്പോഴേലും ഒക്കെ ജീവിതത്തിൽ കിട്ടും, താമസിയാതെ, അല്ലേ? കർമ്മ എന്ന് പറയുന്ന സാധനം എപ്പോഴെങ്കിലും, അതായത് ഇപ്പൊ തന്നെ കിട്ടണമെന്നൊന്നുമില്ല, കുറേ നാള് കഴിഞ്ഞ് കിട്ടും. അതിപ്പോ സ്വന്തം അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ മക്കൾക്കോ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോ ബൈ ബൈ.